ഒരു ഏത്തപ്പഴം വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഞാൻ എന്താ ഇതുപോലെ 3 പീസാക്കിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പീസാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ പീസാക്കി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിത് നെയ്യിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം കണ്ടില്ലേ, ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അധികം പഴുത്ത പഴം എടുക്കരുത് കേട്ടോ. ഇതുപോലെ പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുക്കേണ്ടത്. ഏത്തപ്പഴം റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെന്നല്ല, നമ്മളിത് കഴിക്കുമ്പോൾ ഒന്ന് ചവയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ നെയ്യുടെ ഫ്ലേവറും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റിയ ശേഷം ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് 1/4 കപ്പ് ബീട്രൂട്ടിൻ്റെ ചാറ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കുറുകിയ രൂപത്തിലാക്കി എടുക്കണം. കോൺഫ്ലോർ ബീട്രൂട്ടിൻ്റെ നീരിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം മാത്രമേ ചൂട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഈ ബീട്രൂട്ടിൻ്റെ ചാറിലേക്ക് നമുക്ക് 1/2 കപ്പല്ല, ഒരു 1/4 കപ്പിൽ അല്പം കൂടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല രൂപത്തിലൊന്ന് കുറുകി വരും. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഏത്തപ്പഴം തണുത്ത് വന്നപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് തന്നെ വേണമെന്നില്ല, ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതേ കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2/4 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ നമുക്കിനി 1/2 കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് കട്ട പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി എടുക്കണം. അങ്ങനെ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇതിനി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ഒരു കേക്ക് ടിന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടിയിലത്തെ ബാറ്റർ ബീട്രൂട്ടുമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബീട്രൂട്ട് മിക്സ് കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുത്തതിന് ശേഷം. അപ്പോൾ അതേ കണ്ടില്ലേ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, പൊട്ടിപ്പോവാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഇതാണ് കേട്ടോ നല്ലത്. നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ പകരം ഇതുപോലെ ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോടുകൂടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.